എൻ്റെ പേര് സുവിൽ. രമേശേട്ടാ, ധർമ്മേട്ടാ, നിങ്ങളിപ്പോൾ ആത്മാർത്ഥ സുഹൃത്തുക്കളാണല്ലോ. ഇപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വളരെ ടെൻഷൻ അനുഭവിക്കുമ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്ന് പറയും, അളിയാ ആകെ സീനാണ് അളിയാ. അപ്പം ഞാൻ അവൻ്റെ തോളി തട്ടിട്ട് പറയും, എടാ എല്ലാം ശരിയാവിടാ, നീ പോസിറ്റീവായിട്ട് ഇരിക്കുക എന്ന് പറയും. ഈ കൊറോണ വന്നതിന് ശേഷം അങ്ങനെ ഒരു വാക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ബിഫോർ ക്രൈസ്റ്റ് ആഫ്റ്റർ ക്രൈസ്റ്റ് എന്നൊക്കെ പറയണ പോലെ തന്നെ ബിഫോർ കൊറോണ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ആഫ്റ്റർ കൊറോണ എന്താവുന്നത് ദൈവത്തിന് പോലും അറിയില്ല. അമിതമായ മദ്യപാനം ഓർമ്മശക്തി കുറയ്ക്കുന്നു. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ബാബുച്ചേട്ടൻ തെളിയിച്ചിട്ടുണ്ട്. ഭൂമി ഉരുണ്ടാണെന്ന് മേഖല തെളിയിച്ച പോലെ. പുള്ളി സ്ഥിരമായിട്ട് വീട്ടു സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു ജോൺസേട്ടൻ്റെ കടയിൽ നിന്നാണ്. ഒരു ദിവസം ജോൺസേട്ടൻ്റെ കടയിൽ ചെന്നിട്ട്, ജോൺസേട്ടൻ ഒരു പാക്കറ്റ് സിഗരറ്റും ഒരു തീപ്പെട്ടിയും കാശ് എൻ്റെ ഇളയ മോള് തരും. ഷോ എന്തൂട്ടാണ് അവളുടെ പേര്, നാവിൻ്റെ തുമ്പത്തുണ്ട്. സ്വന്തം മോളുടെ പേര് കിട്ടാണ്ട് വിഷമിച്ച് നിൽക്കുമ്പോൾ അവസാനം കടക്കാരൻ തന്നെ പറയും, സൗമ്യ എന്നല്ലടാ ബാബു. ആ സൗമ്യ, അവള് തരും കേട്ടാ. അതുപോലെ തന്നെ പുള്ളി ഓർമ്മശക്തിയൊക്കെ കുറവാണെങ്കിലും പുള്ളിക്ക് വേറൊരു സ്കില്ലുണ്ട്, അപാരമായ സ്കില്ലാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്പനി കൂടി വെള്ളടിക്കുമ്പോൾ ഏത് ഇരുട്ടത്തും ഗ്ലാസ്സിൽ കൃത്യമായ അളവിൽ ഈ മദ്യം പകർന്നു കൊടുക്കാനായിട്ട് ബാബുച്ചേട്ടനെ കഴിഞ്ഞിട്ടാ വേറെ ആളില്ല. ഇടയ്ക്ക് വാടകയ്ക്കൊക്കെ വിളിച്ചിട്ട് പോകും വെള്ളടിക്കാനായിട്ട്. അതേപോലെ കൃത്യ അളവിലാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം 3 പേരും കൂടിയിട്ട് ഒരു പൈൻറ്റ് വാങ്ങിച്ച് 3 ഗ്ലാസ് ഇങ്ങനെ നിരത്തി വെച്ച്, എന്നിട്ട് കൃത്യ അളവിൽ ബാബുച്ചേട്ടൻ ഇങ്ങനെ ഒഴിച്ചു. കറക്റ്റ് 3 എണ്ണത്തിലും കറക്റ്റായി. അവസാനം വന്നപ്പോൾ ഒരു 3 തുള്ളി ബാക്കിയുണ്ട്. ഇപ്പോൾ ആളുടെ എത്തിക്സ് വെച്ചിട്ട് ഇതങ്ങനെ വേസ്റ്റ് ആക്കാൻ പറ്റില്ല. ആൾ ആദ്യത്തെ ഗ്ലാസ്സിൽ ഒരു തുള്ളി വെച്ചു, രണ്ടാമത്തെ ഗ്ലാസ്സിൽ ഒരു തുള്ളി വെച്ചു, 3ാമത്തെ ഗ്ലാസ്സിൽ തുള്ളി ഒഴിക്കല്ല, തട്ടി പറഞ്ഞു പോയി. ഒരു നിമിഷം റെഡ് അലർട്ട് പ്രഖ്യാപിച്ച പോലെ 3 പേര് സ്തംഭിച്ച് നിന്നു. അവസാനം ബാബുച്ചേട്ടൻ നോക്കി നിൽക്കുമ്പോൾ മറ്റുള്ള 2 പേര് ഒറ്റ വലിക്ക് എടുത്ത് അടിച്ചു. ബാബുച്ചേട്ടൻ ഇങ്ങനെ അന്താളിച്ച് നിന്നു. ബാബുച്ചേട്ടൻ്റെ ജീവിതത്തിൽ കണ്ണ് നിറഞ്ഞ ദിവസമായിരുന്നു അന്ന്. അതോടുകൂടി ബാബുച്ചേട്ടൻ ഒരു തീരുമാനം എടുത്തു. ഇനി മേലക്കം വെള്ളടിക്കില്ല എന്നല്ല, ഇനി മേലക്കം കമ്പനി കൂടി വെള്ളടിക്കില്ല എന്നുള്ള തീരുമാനം എടുത്തു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പുള്ളി ഭയങ്കര മൃഗസ്നേഹിയാണ്. ഒരുപാട് പട്ടികളൊക്കെ ഇങ്ങനെ വളർത്തുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു ദിവസം അതിലേ പോയി, വെള്ളടിക്കാനല്ല കേട്ടാ, ഞാൻ വെറുതെ അതിലേ പോയിപ്പോൾ ഒന്ന് കയറിയതായിരുന്നു. വിശ്വസിച്ചു. അപ്പോൾ അതിലേ പോയി കയറിയപ്പോൾ പുള്ളി ഒരു പാത്രത്തിൽ നിറയെ ഭക്ഷണമൊക്കെ ആയിട്ട് പട്ടിക്ക് കൊടുക്കാനായിട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പം എന്നെ കണ്ടപ്പോൾ ആള് ഭയങ്കര ഗമയില് കൈസർ കൈസർ എന്ന് വിളിച്ചു. നമ്മുടെ അമേരിക്കയിലെ വാക്സിൻ അല്ല കേട്ടാ, കൈസർ അങ്ങനെ വിളിച്ചു, കൈസർ കൈസർ എന്ന് വിളിച്ചു. അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ ഒരു അൽസേഷൻ നായുടെ പോലത്തെ ഒരു ആചാനുഭാവ് പട്ടി എൻ്റെ മേത്തേക്ക് വരും. അങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ വീടിൻ്റെ മൂലയിൽ നിന്ന് ഒരു പട്ടി ഇങ്ങനെ നടക്കാൻ പറ്റാണ്ട് ഏന്തി വലിഞ്ഞിങ്ങനെ ഒരു ചാവാലിപ്പട്ടി. ഞാൻ ഇതാണ് കൈസർ, ഇതാണ് കൈസർ. അങ്ങനെ പുള്ളി എന്ത് കയ്യിലുണ്ടായ ഒരു പാത്രം ചോറ് ആ കൈസറിൻ്റെ ആ പാത്രത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കുറേ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു. ഞാൻ വിചാരിച്ചു ഇത്ര കരുതലോടെ ഇത്ര ലാളിച്ച് വളർത്തുന്ന, അതായത് ഇതുപോലെ ഭക്ഷണമൊക്കെ കൊടുത്ത് വളർത്തുന്ന കൈസർ എന്താണ് ഇങ്ങനെ ഇരിക്കണേന്ന്. സംഭവം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കൈസർ ആ വിശപ്പും ആർത്തിയും വെപ്രാളൊക്കെ കൂടി വന്ന് ഈ വെള്ളം മുഴുവൻ നക്കി കുടിക്കും. നക്കി കുടിച്ചു കഴിഞ്ഞ് ഈ ചോറ് എത്താറാകുന്ന ടൈമിൽ ആള് തളർന്നു പോകും. തളർന്ന് പിന്നെ അവിടെ കിടന്ന് ഉറങ്ങും. പിന്നെ ഈ ചോറൊക്കെ തീർക്കണത് ഈ കോഴി താറാവും പൂച്ചയൊക്കെയാണ് ഈ ചോറ് തീർക്കണത്. കുറേ നാളായിട്ട് ഈ കൈസറിന് ചോറ് കിട്ടാറില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ നാട്ടിൽ താമര എന്നാണ് ഈ ബാബുച്ചേട്ടനെ വിളിക്കാറെങ്കിലും പുള്ളി ശബരിമലയ്ക്ക് പോകേണ്ട സീസൺ ആയി കഴിഞ്ഞാൽ, അത് ശബരിമലയ്ക്ക് പോകേണ്ട സമയമായി കഴിഞ്ഞാൽ പുള്ളിനേക്കാളും ഡീസൻറ്റ് വേറൊരാളുണ്ടാവില്ല. ഇപ്പം കൃത്യമായി വ്രതം എടുക്കും. കൃത്യമായി വ്രതം എടുത്ത് ആൾ ഒരുപാട് വർഷം എക്സ്പീരിയൻസ് ഉള്ള കാരണം ഒരു ഗുരുസ്വാമി പട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് പുള്ളിക്ക്. അങ്ങനെ കൃത്യമായിട്ട് വ്രതമൊക്കെ എടുത്ത് കന്നിസ്വാമിമാരൊക്കെ ഉണ്ട്, കന്നിസ്വാമിമാരെ കൊണ്ടുപോകണ ഒരു ഉത്തരവാദിത്വം പുള്ളിക്കാണ്. അങ്ങനെ വൃശ്ചിക 1-ാം തീയതി കറക്റ്റായിട്ട് വ്രതമൊക്കെ എടുത്ത് മാലിടാനായിട്ട് കന്നിസ്വാമിമാരെ മാലിടാനായിട്ട് ഈ ബാബുച്ചേട്ടൻ കൊണ്ടുപോകും. അങ്ങനെ കന്നിസ്വാമി വന്നു മാലിട്ട് കൊടുത്തു. കന്നിസ്വാമി ഈ ബാബുച്ചേട്ടൻ്റെ കാലിൽ തൊട്ട് വീഴുന്നു. 2ാമത്തെ സ്വാമി വന്നു മാലിട്ട് കൊടുത്തു, ഈ കാലിൽ തൊട്ട് വീഴുന്നു. അവസാനം വന്ന ആള് ഏകദേശം ഈ ബാബുച്ചേട്ടൻ്റെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അങ്ങോട്ട് ഇങ്ങോട്ട് മാലിട്ട് കൊടുത്തു, പക്ഷെ കാലിൽ തൊടാനായിട്ട് ഒരു ഈഗോ. അവസാനം ഒരു തീരുമാനം എടുത്തു, നമുക്ക് ഷൈക്കിൻ്റെ അടുത്ത് പിരിയാന്ന്. അങ്ങനെ 2 പേരും ഷൈക്കിൻ്റെ അടുത്ത് പിരിഞ്ഞ് പിന്നെ നമ്മൾ ഈ കെട്ട് നിറച്ച് പോകേണ്ട ഒരു സമയമൊക്കെ ആയി. കെട്ട് നിറച്ച് പോകേണ്ട സമയമൊക്കെ ആയി. ഇപ്പോൾ പന്തലൊക്കെ ഇട്ടു. പന്തലൊക്കെ ഇട്ട് കുരുത്തോലയും എല്ലാം കൊണ്ടൊക്കെ അലങ്കരിച്ച് കെട്ടുനിറ നടക്കണം. കെട്ടുനിറയാണ് ഗുരുസ്വാമിയാണ് ഈ ബാബുച്ചേട്ടൻ നിറച്ചുകൊണ്ടിരിക്കുന്നത്. ആരുടെ കെട്ട്? സ്വാമിയുടെ കെട്ട്. ആരുടെ കെട്ട്? സ്വാമിയുടെ കെട്ട്. അതല്ല ചോദിക്കണത്, ഇത് ഇരിക്കണ കെട്ട് ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ദക്ഷിണ എനിക്ക് എടുത്ത് തരാനാണ് ഈ പറയണത്. അങ്ങനെ കെട്ടൊക്കെ നിറച്ച് കഴിഞ്ഞു. പിന്നെ ചിന്തുപാട്ട് തുടങ്ങി. ചിന്തുപാട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഈ വ്രതശുദ്ധിയോടെ തുള്ളുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ചിന്തുപാട്ടില്ലെങ്കിലും ജനറേറ്ററിൻ്റെ ശബ്ദം കേട്ട തുള്ളുന്ന വേറെ കുറച്ച് ആൾക്കാരുണ്ട്. അത് ആവേശം കൊണ്ട് തുള്ളുന്ന ആൾക്കാരാണ്. ആ ഗണത്തിൽ പെട്ടാണ് നമ്മുടെ ശശിചേട്ടൻ. ശശിചേട്ടൻ എങ്ങനെ ജനറേറ്ററിൻ്റെ ശബ്ദം കേട്ടു ആഞ്ഞു തുള്ളി, കലി ഇങ്ങനെ കയറി ഓ എന്ന് പറഞ്ഞിട്ട് ചാടി തുള്ളിയതാണ്. ഈ ഒരു മുള കെട്ടിയിട്ടുണ്ടായിരുന്നു, അതുമ്പോൾ തലയിടിച്ചു. അമ്മേ എന്ന് പറഞ്ഞിങ്ങനെ തലയിടിച്ചു. അസിസ്റ്റൻ്റ് നിൽക്കുന്നുണ്ടായി. ആളോട് അടുത്ത് വന്നിട്ട് പറയാം, എടാ നിന്നോട് ഇത് രാവിലെ തുടങ്ങി പറഞ്ഞാൽ ഇതൊന്ന് പൊക്കി കെട്ടാൻ എന്ത് കഷ്ടം നോക്കുന്ന. അങ്ങനെ എന്ത് ചെയ്ത് തുള്ളി കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കണ ഒരു ചടങ്ങുണ്ട്. വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കാനായിട്ട് ഈ അസിസ്റ്റന്റ് നിൽക്കുമ്പോൾ ശശിചേട്ടൻ വീണ്ടും
ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. അപ്പോൾ എന്താണ് കൽപ്പന പറയാനൊക്കെ ഉള്ള ഒരു ഇതിലാണ് നിൽക്കണം എല്ലാവരും. എന്നിട്ട് അസിസ്റ്റന്റിനെ അടുത്ത് വിളിച്ചിട്ട്, എടാ ട്രൗസറിൻ്റെ പോക്കറ്റിൽ വീടിയും തീപ്പെട്ടി ഉണ്ടെന്ന് നനയ്ക്കരുത്. അപ്പോൾ അങ്ങനെ പിന്നെ ആവേശം കൂടി വരുമ്പോൾ അവിടെ കുരുത്തോലൊക്കെ എടുത്ത് ഇങ്ങനെ വലിച്ചിട്ടായിരിക്കും കൂടുതലായിട്ട് ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കുരുത്തോല വലിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ഈ സീരിയൽ ബൾബ് ഇട്ടുണ്ടായി, മാല ബൾബ്, അതിൽ ചെറിയൊരു ഷോക്ക് ഉണ്ടായിരുന്നു. ആളിങ്ങനെ എന്ന് പറഞ്ഞ ചെറിയതായിട്ട് ഷോക്ക് അടിച്ച് അപ്പുറത്ത് നിൽക്കണ വേറെ തുള്ളിക്കൊണ്ടിരിക്കുന്ന ആളോട് പറഞ്ഞു, അപ്പോൾ അധികം ഉണ്ട് അവിടെ ഷോക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഷോക്ക് അടിച്ച് എന്ത് ചെയ്തു, ശശിയേട്ടൻ ഷോക്ക് അടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആ കലി മാറ്റിയിട്ട് നാഗത്തിന് തുള്ളാനിരുന്നു. അങ്ങനെ നാഗത്തിന് തുള്ളാനായിട്ട് ആള് പത്തിയൊക്കെ വിടർത്തി ഇങ്ങനെ ഭയങ്കര ഇതിൽ നിൽക്കണം. പത്തിയൊക്കെ വിടർത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ ആൾക്ക് ഒറ്റയ്ക്ക് തുള്ളാനായിട്ടൊരു മടി, അങ്ങനെ കൂടെ തുള്ളാനായിട്ടൊരാൾ വേണം. അപ്പോൾ ഈ നാഗത്തിന് തുള്ളിയാരം സംസാരിക്കാൻ പറ്റില്ല. അപ്പം നിലത്ത് ഇങ്ങനെ എഴുതി കാണിച്ചു, ഇണ വേണമെന്നുള്ള ഇണാന്ന് മാത്രം എഴുതി കാണിച്ചു. അപ്പോൾ അസിസ്റ്റൻ്റ് ഇങ്ങനെയൊക്കെ വന്ന് നോക്കി. അസിസ്റ്റൻ്റ് ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ ആൾക്ക് കാര്യം പിടികിട്ടി. ഈ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ചാന്തുപൊട്ടിൽ ദിലീപേട്ടൻ പറഞ്ഞ പോലെ 10ാം ക്ലാസ്സിൽ പാതി വെച്ച് നിർത്തിയ ആളാണ്. ആൾക്ക് എഴുത്തും അതിനൊന്നും വലിയ പിടിയില്ല. അപ്പോൾ ആൾ വന്ന് നോക്കിയപ്പോൾ ഇണാന്ന് വായിച്ചത് ഏണിന്നാണ്. പുള്ളി പോയിട്ട് വേഗം ഒരു ഏണി എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഈ ശശിയേട്ടൻ ഇങ്ങനെ നാഗത്തിന് തുള്ളി നിൽക്കുമ്പോൾ ഈ അസിസ്റ്റൻ്റ് ഏണിയായിട്ട് വരുന്നു. അപ്പോൾ ഈ കുറേ നാളായിട്ട് ഈ അസിസ്റ്റൻ്റ് നമ്മളെ എല്ലാവരും മുന്നിൽ വെച്ച് നാണം കെടുത്തുന്നതാണ്. അവനെ ഈ രൂപത്തിൽ തന്നെ ഓടിച്ചിട്ട് കൊത്താനായിട്ട് ഇങ്ങനെ ഓടിപ്പോയി. അസിസ്റ്റൻ്റ് ഓടിയ വഴിയിൽ പിന്നെ പുല്ല് മുളച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ആ വഴി കൂടെ തന്നെ ഞാനും ഓടാൻ പോകണം. ഓക്കെ, താങ്ക് യു.